കൂടെ ഇരിക്കാൻ യേശു മാത്രം. എബ്രായർ 13-ന്റെ 6. ആകയാൽ കർത്താവ് എനിക്ക് തോന്നാൻ ഞാൻ പേടിക്കുകയില്ല, മനുഷ്യനോട് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുകയാണ്, കർത്താവ് എനിക്ക് തുണ. സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടി ഇരിക്കുമെന്ന് നമ്മൾ ഇന്നലെ വായിച്ചു. വീണ്ടും അദ്ദേഹം ആ ചിന്ത തുടരുകയാണ്, കർത്താവ് എനിക്ക് തുണ. ഭാര്യ തക്ക തുണയാണ്, യേശു അടുത്ത തുണയാണ്. അപ്പോസ്തലൻ അനുഭവത്തിൽ നിന്ന് പറയുന്നു, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ഇങ്ങനെ നമ്മൾ വായിച്ചിട്ടുണ്ട് ബൈബിളിൽ. ഇങ്ങനെ നമ്മൾ പ്രസംഗം കേട്ടിട്ടുമുണ്ട്, പ്രസംഗിച്ചിട്ടുമുണ്ട്. പക്ഷെ നമ്മളങ്ങനെ പറയുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. ആമേൻ. ഞാൻ പേടിക്കയില്ല എന്ന് ഞാൻ എന്നോട് തന്നെ പറയുകയാണ്. ഞാൻ പേടിക്കയില്ല, കാരണം കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ച് ഉറക്കെ പറയാം. മറ്റുള്ളവർ കേട്ടാൽ ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലമാണെങ്കിൽ ഉറക്കെ പറയൂ, കർത്താവ് എനിക്ക് തുണ. തുണ എനിക്കേശുവേ, കുറവിനില്ലതാൽ അനുദിനം താൻ നിഴലിൻ മറവിൽ വസിച്ചിടും ഞാൻ. കർത്താവ് എനിക്ക് തുണ, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കയില്ല. ഇന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭയം മനസ്സിനെ വല്ലാതെ മഥിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഇപ്രകാരം സംസാരിക്കുന്നു, കർത്താവ് എനിക്ക് തുണ എന്ന് നമുക്ക് പറയാം. അങ്ങനെ നമുക്ക് ഭയത്തെ തോൽപ്പിക്കാം. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? ഒന്നും ചെയ്യത്തില്ല. മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പിശാചാണ്, മനുഷ്യരല്ല. മനുഷ്യരിൽ ആരുമല്ല ഇതിൻ്റെ പുറകിൽ. പക്ഷെ നമ്മളെ അസ്വസ്ഥരാക്കുന്നത്, നമ്മളെ വേട്ടയാടുന്നത് പിശാചാണ്, പിശാചാണ്, പിശാചാണ്. താങ്ക് യു ജീസസ്. പിശാചാണ്. നമുക്കിന്ന് ധൈര്യം സംഭരിക്കാം. കർത്താവ് എനിക്ക് തുണയാണ്, ഞാൻ പേടിക്കത്തില്ല, മനുഷ്യനോട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കർത്താവ് എനിക്ക് തുണയാണ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.